ഉസ്താദ് ഭഗത് സിംഗ്, ഹരീഷ് ശങ്കർ ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ വലിയൊരു ഫെയിലിയറിന് ശേഷം ചെയ്യുന്ന ഒരു മൂവി എന്ന പ്രത്യേകതയുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. അതല്ലാതെ സിനിമ കണ്ടു കഴിയുമ്പോൾ കാര്യമായിട്ട് ഒരു പ്രത്യേകതയില്ലാത്ത ഒരു സിനിമയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കർ എഴുതിയ ഒരു ബച്ചൻ റെയ്ഡ് എന്ന് പറയുന്ന അജയ് ദേവ്ഗൺ ചെയ്ത വൺ ഓഫ് ദ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവിയുടെ റീമേക്ക് ആയിരുന്നു. റെയ്ഡ് നടക്കുന്നുണ്ട് എന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും ആ രണ്ട് മൂവീസും തമ്മിൽ ഉണ്ടാവില്ല. കാരണം അതാണ് ഹരീഷ് ശങ്കറിൻ്റെ ഒരു കഴിവ്. സോ ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ പുലിമുരുകനൊക്കെ ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ വളരെ നല്ലവനായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് അങ്ങനെ എന്തും ആ ഒരു കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ചെയ്യും എന്നുള്ളൊരു ഹെഡ് മാസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. പിന്നെ അദ്ദേഹം പൊളിറ്റിക്സിലോട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആനയുടെ സീനൊക്കെ വരുന്നുണ്ട്. അവിടെയാണ് പുലിമുരുകൻ ഓർമ്മ വരുന്നത്. ഒരു കുട്ടി കുറേ പേരെ ആനയെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കുട്ടിയാണ് വന്ന് രക്ഷിക്കുന്നത്. ആ ഒരു സീൻ പുലിമുരുകൻ ഓർമ്മ വരും. പിന്നെ അങ്ങോട്ട് പവൻ കല്യാണിൻ്റെ ഇൻട്രോ, അതായത് ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് പറയുമ്പോൾ വരുന്ന സ്ഥിരമായിട്ടുള്ള കൊമേഴ്ഷ്യൽ പടങ്ങളിലെ അതേ സെയിം ഇൻട്രോ തന്നെ. പിന്നെ അങ്ങോട്ട് ഈ ഒരു നായകൻ ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്. സോ ഈ സിനിമ അനൗൺസ് ചെയ്ത ഉസ്താദ് ഭഗത് സിംഗ് എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ അത് തെറിയുടെ റീമേക്കാണ് എന്നുള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മൾ നോക്കിയാൽ തന്നെ തെറി മാത്രമേ ഓർമ്മ വരൂ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. കാരണം തെറിയുടെ ആ ഒരു റേപ്പ് സീനാണെങ്കിലും അങ്ങനെയുള്ള പല പല സംഭവങ്ങളും ആ ഒരു സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മാസ്റ്ററിനകത്തെ ഒരു ഡയലോഗും ഒരു പെർട്ടിക്കുലർ സീനിൽ നമുക്ക് ഓർമ്മ വരും. സിനിമയുടെ പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടും അങ്ങനെയുള്ള പോസിറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. തമ്മിൽ കൊമേഴ്ഷ്യൽ സിനിമ ആയിട്ട് പോലും നല്ലൊരു ഫൈറ്റോ നല്ലൊരു സീക്വൻസോ ആകെ പറയുകയാണെങ്കിൽ ഒരു ദേക്ലെങ്കെ സാല എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു മ്യൂസിക്കായിട്ട് തോന്നിയത്. BGM ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും ഒന്നും തന്നെ എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. DSP ഡിസപ്പോയിൻ്റ് ചെയ്ത ഒരു മൂവി തന്നെയാണ്. DSP മാത്രമല്ല, മിക്ക ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ഒരു മൂവിയിൽ. പെർഫോമൻസ് വൈസ് എടുത്ത് പറയാൻ തന്നെ ഒന്നുമില്ല. വില്ലന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര കോമഡിയാണ്. സോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നായകൻ്റെ പെർഫോമൻസ് ആദ്യത്തെ ഹാഫിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല. സെക്കൻഡ് ഹാഫിൽ അത് ശ്രദ്ധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വില്ലന്മാരുടെ പെർഫോമൻസ് അതിലും ശോകമായിരുന്നു. സോ അങ്ങനെ പോകുന്നൊരു മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. സ്വന്തം റിസ്കിൽ മാത്രം കാണുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.